ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ലെറ്റസ് അസസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലെറ്റ്സ് അസസ്സിൽ 3 ചോദ്യങ്ങളാണ് വരുന്നത്. ആ 3 ചോദ്യങ്ങളും സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷേങ്കിൽ ചെറിയ കൺഫ്യൂഷനൊക്കെ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, എക്സാമിൻ ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റിന് കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഒപ്പാക്ക് ഒബ്ജക്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കറക്റ്റ്, അതിൽ ഓഡ് വൺ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നോക്കിക്കേ, ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ക്ലിയർ വാട്ടർ, തെളിഞ്ഞ വെള്ളം, അതൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ്, അത് കറക്റ്റാണ്. രണ്ടാമത്തത് എയർ. എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഒരു ട്രാൻസ്പാരൻ്റ് ആണ്. ട്രാൻസ്പാരൻ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, അതായത് ലൈറ്റിനെ നന്നായിട്ട് കടത്തി വിടുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർ വാട്ടറും എയറൊക്കെ ലൈറ്റിനെ നന്നായിട്ട് കടത്തി വിടുന്നതാണ്, അതുകൊണ്ട് ഇത് രണ്ടും ശരിയാണ്. ഇനി മൂന്നാമത്തത് ബോക്സ് ഫിൽഡ് വിത്ത് സ്മോക്ക്. ഒരു പെട്ടിയിൽ നമ്മൾ നന്നായിട്ട് പുക നിറച്ചാൽ അതിലൂടെ ലൈറ്റ് നന്നായിട്ട് കടത്തി വിടുമോ? ഇല്ല അല്ലേ, നന്നായിട്ട് കടത്തി വിടാൻ പറ്റില്ല. അതൊരു ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റാണ്, കുറച്ച് മാത്രമേ കടത്തി വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തെറ്റാണ്, ട്രാൻസ്പാരൻറ്റിൽ അത് വരില്ല. പിന്നെ സ്ക്രീൻ ഗാർഡ് ഓഫ് എ മൊബൈൽ ഫോണിലെ സ്ക്രീൻ ഗാർഡ്, അത് തെളിഞ്ഞതാണല്ലോ, ക്ലിയർ ആയിട്ടുള്ളതാണല്ലോ, അപ്പോൾ അതും എന്താണ്? ലൈറ്റിനെ കടത്തി വിടുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്നത് ആദ്യത്തേതിൽ ബോക്സ് ഫിൽഡ് വിത്ത് സ്മോക്കാണ്. ഇനി അടുത്തത് ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലൈറ്റിനെ പാർഷ്യലി മാത്രം കടത്തിവിടുന്ന ഒബ്ജക്റ്റ്, കുറച്ച് മാത്രം കടത്തിവിടുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയല്? ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളാണ് സോയിൽ. സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒപ്പാക്കാണ്, അതായത് ലൈറ്റിനെ അത്ര നന്നായിട്ടൊന്നും കടത്തി വിടില്ല അല്ലേ, അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തത് ടൈൽസും ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഭാഗത്തുനിന്ന് ലൈറ്റ് അടിച്ചാൽ ഒരിക്കലും ടൈൽസിൻ്റെ മറ്റേ ഭാഗത്തേക്ക് ലൈറ്റ് വരാറില്ല, അപ്പോൾ അതൊരു ഒപ്പാക്കാണ്. ഓക്കെ, മൂന്നാമത്തേത് എന്താണ്? ടർബിഡ് വാട്ടറാണ്. ടർബിഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ കലങ്ങിയ വെള്ളം. അപ്പോൾ കലങ്ങിയ വെള്ളത്തിലൂടെ ലൈറ്റിനെ കുറച്ച് കടത്തിവിടും, അതുകൊണ്ട് മൂന്നാമത്തത് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത കോളമാണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്, അതായത് ലൈറ്റിനെ തീരെ കടത്തിവിടാത്ത ഒബ്ജക്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്റ്റോൺ, കല്ലിൽ എന്താണ്? ഒരു ഭാഗത്ത് നമ്മൾ ടോർച്ച് അടിച്ചാലോ അല്ലെങ്കിൽ ലൈറ്റ് പാസ് ചെയ്താൽ മറുവശത്തേക്ക് എത്താറില്ല, അതുകൊണ്ട് സ്റ്റോൺ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റാണ്. മിററും ഇതേപോലെ തന്നെയാണ്. മിററിൽ നമ്മൾ ടോർച്ചൊക്കെ അടിച്ചാൽ അത് ഒരിക്കലും മറ്റേ വശത്തേക്ക് എത്താറില്ല. ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് എന്തെന്ന് പറയുന്നത്? മിറർ എന്ന് പറയുന്നത്. നമ്മൾ ടോർച്ച് അടിച്ചാൽ അത് നേരെ വേറൊരു അതേ ഭാഗത്തേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടാമത്തതും ഒപ്പാക്ക് ഒബ്ജക്റ്റിൽ ശരിയാണ്. ഇനി ക്ലിയർ വാട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതൊരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റാണ്. നല്ല തെളിഞ്ഞ വെള്ളം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പാരൻ്റ് ആണ്, ലൈറ്റിനെ കടത്തി വിടുന്നതാണ്, അതുകൊണ്ട് അത് ഒപ്പാക്ക് ഒബ്ജക്റ്റിൽ വരില്ല. പിന്നെ ഹാർഡ്ബോർഡും ഇതേപോലെ തന്നെ ഒപ്പാക്ക് ഒബ്ജക്റ്റാണ്. പിന്നെ ഫോഗ്, ഇതൊക്കെ എന്താണ്? ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഒപ്പാക്ക് ഒബ്ജക്റ്റ് അല്ലാത്തത് ക്ലിയർ വാട്ടറാണ്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ചോദ്യമാണ്, ഒബ്സർവ് ദ പിക്ചർ, വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഡു യു സീ ഹിയർ. അതായത് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് നല്ല തെളിഞ്ഞ വെള്ളം, രണ്ടും തെളിഞ്ഞ വെള്ളം തന്നെയാണ്, പക്ഷെങ്കിൽ ആ തെളിഞ്ഞ വെള്ളത്തിൻ്റെ ആ ഒരു സർഫസ് ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തതിൽ നല്ല ഒരു അനക്കമൊന്നും ഇല്ല അല്ലേ, ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു സർഫസാണ്. പക്ഷെങ്കിൽ രണ്ടാമത്തതാണെങ്കിൽ വെള്ളം കുറച്ചൊന്ന് ഇളകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ബോത്ത് വ്യൂ ബേസ്ഡ് ഓൺ ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഏത് തരം റിഫ്ലക്ഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ പിക്ചർ 1 എന്നുള്ളത് ഞാൻ പറഞ്ഞു സ്മൂത്തായിട്ടുള്ള സർഫസാണ്. സ്മൂത്തായിട്ടുള്ള സർഫസിൽ നടക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? റെഗുലർ റിഫ്ലക്ഷനാണ്. അപ്പോൾ ആദ്യത്തെ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് എഴുതുക. രണ്ടാമത്തെ ചിത്രത്തിൽ നടക്കുന്ന റിഫ്ലക്ഷൻ ഏതാണ്? അത് ഡിഫ്യൂസ് റിഫ്ലക്ഷനാണ്. അപ്പോൾ രണ്ടാമത്തത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് എഴുതുക. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഇവിടെ പിക്ചർ 1 എന്നുള്ളത് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ലൈറ്റ് ഫാളിങ് ഓൺ എ സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് വിത്ത് റെഗുലാരിറ്റി. അതായത് സ്മൂത്തായിട്ടുള്ള സർഫസിലാണ് ലൈറ്റ് വന്ന് പതിക്കുന്നെങ്കിൽ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മളുടെ കണ്ണിലേക്കൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതൊരു റെഗുലർ പാറ്റേണിലായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള റിഫ്ലക്ഷനെയാണ് നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ഈ മിററൊക്കെ.
ഇനി രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനാണ്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൻ ലൈറ്റ് ഫോൾസ് ഓൺ എ റഫ് സർഫസ് ഇറ്റ് ഗെറ്റ്സ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ദിസ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. അതായത് ഒരു റഫ് ആയിട്ടുള്ള സർഫസിലാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്മൂത്ത് സർഫസ് അല്ല, പകരം നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ഇളകുമ്പോൾ അവിടുത്തെ സർഫസ് എന്ന് പറയുന്നത് ചില ഓളങ്ങൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ അതിലേക്ക് ലൈറ്റ് വന്ന് പതിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്, ഒരു ഇറഗുലറായിട്ട്. അപ്പോൾ അതിനെയാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പോൾ അതിന് ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും, അതേപോലെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്നും പറയും. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻ, ഫൈൻഡ് ഔട്ട് വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ഈച്ച്. അതായത് ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന റിഫ്ലക്ഷൻ ഏതാണെന്ന് നമ്മളോട് കണ്ടെത്താനാണ്. റെഗുലർ റിഫ്ലക്ഷൻ ആണോ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണോ എന്ന് കണ്ടെത്താനാണ്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനാണ് ഓർണമെൻറ്റ്സ് ഷൈൻ. ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളൊക്കെ നന്നായിട്ട് തിളങ്ങുന്നത്. അതെന്തുകൊണ്ടാണ്? അത് അവിടെ റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തതാണ് വി ഗെറ്റ് ലൈറ്റ് ഇൻസൈഡ് ദ ഹോം ഡ്യൂറിങ് ഡേ ടൈം. അത് ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം നിങ്ങളുടെ എക്സാമിനും ചോദിച്ചതാണ്. പകൽ സമയങ്ങളിലൊക്കെ നമ്മളുടെ റൂമിലേക്കൊക്കെ ലൈറ്റ് എത്തുന്നുണ്ട്. ഈ സണ്ണിൽ നിന്ന് ലൈറ്റ് എത്തുന്നുണ്ട്, സൺലൈറ്റ് നമ്മുടെ റൂമിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? റെഗുലർ റിഫ്ലക്ഷൻ ആണോ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണോ? അത് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനാണ്. കാരണം നമുക്കറിയാം, ഈ ലൈറ്റ് സണ്ണിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് ലൈറ്റ് എത്തുമ്പം പല റഫ് സർഫസിലൊക്കെ തട്ടിയിട്ടായിരിക്കും വരുന്നുണ്ടാകുന്നത്. നമ്മുടെ റൂമിലേക്ക് തന്നെ എത്തുന്നത് എങ്ങനെയാണ്? അതേപോലെ ഈ റഫ് സർഫസിലൊക്കെ തട്ടിയിട്ടാണ് നമ്മുടെ റൂമിലേക്കൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് അവിടെ നമുക്ക് പറയാം ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണെന്ന്. ഇനി അടുത്തതാണ് എ പോളിഷ്ഡ് ഫർണിച്ചർ ഷൈൻ. നല്ല പോളിഷ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ എന്ന് പറയുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. അതുകൊണ്ട് അത് എന്തുകൊണ്ടായിരിക്കും അത് ഷൈൻ ചെയ്യുന്നത്? അതൊരു റെഗുലർ റിഫ്ലക്ഷൻ ആയതുകൊണ്ടാണ്. ഇനി സി റിഫ്ലക്ഷൻ ഓഫ് ട്രീ ഓൺ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ കാണുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, ഒഴുക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സർഫസിൽ തീരെ അനക്കമൊന്നും ഉണ്ടാവില്ല, ഓളങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത്? ഇതേപോലെ റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ലെറ്റസ് എസ്എസിലെ 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഭാഗമാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന്. ആ റിഫ്ലക്ഷൻ്റെ 2 ടൈപ്പ് റിഫ്ലക്ഷന് നന്നായിട്ട് പഠിച്ചിരിക്കുക. അതേപോലെ തന്നെ ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്, ഒപ്പാക്ക് ഒബ്ജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് തന്ന മാതിരി കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ട് അത് ഏത് തരം റിഫ്ലക്ഷൻ ആണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ഓർത്താൽ മതി. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അവിടെ നടക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആണെന്നും, പിന്നെ റഫ് സർഫസ് ആണെങ്കിൽ അവിടെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്